പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് വി.എസ്. സുനിൽകുമാർ. റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമേ പ്രതികരിക്കൂ. മുഖ്യമന്ത്രിക്കും ആർ.എസ്.എസിനും ഇടയിലുള്ള രാമസേതുവിന്റെ പില്ലറുകളാണ് അജിത് കുമാറും ശശിയുമെന്ന് ടി.എൻ. പ്രതാപൻ. പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ തൃശൂർക്കാർക്ക് വിശ്വാസമില്ല. സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി. പരിഹാരം ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെയെന്ന് മന്ത്രി കെ രാജൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് വി.ആർ. സുനിൽകുമാർ. റിപ്പോർട്ട് 24-നകം പുറത്തുവരുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പുറത്തുവന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് മുൻ മന്ത്രി കൂടിയായ വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ഞാൻ കൊടുത്ത നിവേദനം അദ്ദേഹം ഗൗരവമായിട്ട് എടുക്കുകയും ഉടനെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 24-ാം തീയതിക്ക് മുൻപ് ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അദ്ദേഹം കർശനമായ നിർദ്ദേശം കൊടുത്തതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് 24-ാം തീയതി റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം പ്രതികരിക്കുന്നതാണ് എന്നാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് 24-ാം തീയതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ ഒരു വിവാദം ഇപ്പൊ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. ഗവൺമെന്റ്, മുഖ്യമന്ത്രി എന്ന നിലയിലെ ഗവൺമെന്റിന് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നതാണല്ലോ ശരിയായ രീതി. അപ്പൊ ആ റിപ്പോർട്ട് വരട്ടെ. നേരം വൈകി അല്ലെങ്കിൽ 5 മാസം വൈകി എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. നിവേദനം അദ്ദേഹം ഗൗരവത്തിലെടുത്തു. അതിന് സാങ്കേതികമായി ഒരാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം. ഒക്കെ സംഭവിച്ചു. 24-ാം തീയതിക്ക് മുമ്പായി ആ റിപ്പോർട്ട് നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പിനെ വിശ്വസിക്കാൻ മാത്രമേ പറ്റൂ. മുഖ്യമന്ത്രിക്കും ആർ.എസ്.എസിനും ഇടയിലുള്ള രാമസേതുവിന്റെ പില്ലറുകളാണ് അജിത് കുമാറും ശശിയുമെന്ന് ടി.എൻ. പ്രതാപൻ. പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ തൃശൂർക്കാർക്ക് വിശ്വാസമില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. സുനിൽകുമാറും CPIയും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മുന്നിൽ മുട്ടിലിഴയുകയാണെന്നും പ്രതാപൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ടാണ് റിപ്പോർട്ട് പൂർത്തീകരിച്ചത്. ഇപ്പൊ ഏറ്റവും രസകരമായ കാര്യം CPIയും വി.എസ്. സുനിൽകുമാറും ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ മുട്ടിലിഴയുകയാണ്. കാരണം ഇന്ന് 24-ാം തീയതിക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ചിരിക്കുന്നതാണ്. അത് CPIയുടെയും വി.എസ്. സുനിൽകുമാരെയും മുട്ടിലിഴയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. കേരളത്തിലെ സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഒല്ലൂർ പഞ്ചായത്തായിരുന്നപ്പോൾ പണം നൽകി വാങ്ങിയ പ്രദേശം പിന്നീട് കോർപ്പറേഷനായപ്പോൾ ചട്ടങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ കാരണം പട്ടയം ലഭിക്കാതെ പോയവർക്ക് ഒക്ടോബറിൽ പട്ടയം നൽകും. പ്രവാസികളായ മലയാളികൾ തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു. 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ 20-ന് ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾക്ക് അവിടെ ഇരുന്ന് തന്നെ തണ്ടപ്പേരുള്ള ഭൂമിക്ക് അതത് മാസം നികുതി അടയ്ക്കാനുള്ള സംവിധാനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കൂടാതെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ ഏകീകരിച്ച് എന്റെ ഭൂമി സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുട്ടനെല്ലൂരിൽ നിർദ്ദിഷ്ട ഒല്ലൂർ വില്ലേജ് കെട്ടിട നിർമ്മാണ ഭൂമിയിൽ നടന്ന പരിപാടിയിൽ പി. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി. മേനോൻ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, വാർഡ് കൗൺസിലർ നീതു ദിലീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.
ചാവക്കാട് ഭീമൻ കടലാനയുടെ ജഡം കരക്കടിഞ്ഞു. 15 അടിയോളം നീളം വരുന്ന കടലാനയുടെ ആഴ്ചകൾ പഴക്കമുള്ള അഴുകിയ ജഡമാണ് ചാവക്കാട് ദ്വാരക ബീച്ചിന് സമീപം കരക്കടിഞ്ഞത്. ആനത്തിമിംഗലം എന്നുകൂടി പേരുള്ള ഒരു സസ്തിനിയാണ് കടലാന. കഴിഞ്ഞ ദിവസമാണ് കരയിൽ നിന്നും 2 നോട്ടിക്കൽ മൈൽ അകലെ കടലാന പൊന്തിക്കിടക്കുന്നത് കണ്ടത്. അഴുകി വീർത്ത് രൂപമാറ്റം സംഭവിച്ച ജഡത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് ചാവക്കാട് ബീച്ചിൽ ഭീമൻ കടലാനയുടെ ജഡം അടിഞ്ഞിരുന്നു. ജഡത്തിന് 5 ടൺ ഭാരം കാണും. ആനത്തിമിംഗലം എന്നുകൂടി പേരുള്ള ഒരു സസ്തിനിയാണ് കടലാന. സീലുകളിൽ ഏറ്റവും വലിപ്പം കൂടിയതാണിത്. തുമ്പിക്കൈ പോലെ തോന്നിക്കുന്ന നീണ്ട മുഖവും ആനയെ പോലെ വലിപ്പവും ഉള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പൂതഞ്ചേരിക്കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ നാട്ടിൻപുറത്ത് വീടുകളിൽ ഇഷ്ടംപോലെ കുളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുളങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളായിരുന്നു. കുളങ്ങളൊക്കെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് കുളം എന്നൊക്കെ പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഈ കുളത്തെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. കുളത്തിൻ്റെ പഴയ ഒരു ശാലീനത, അതിൻ്റെ ഒരു ഗ്രാമീണത, അതിൻ്റെ ഒരു പ്രയോജനം, അതിൻ്റെ ഒരു ഉപയോഗമൊക്കെ പുതിയ തലമുറ എത്ര മനസ്സിലാക്കി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കുളിച്ചത് കളിച്ചതൊക്കെ കുളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാവർക്കും നീന്തലൊക്കെ അറിയാമല്ലോ. ഇന്നത്തെ പുതിയ ജനറേഷനൊക്കെ അത് മാറിപ്പോയി. 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കുളം നമ്മളെ കണ്ടു മനോഹരമാണ്. ചുറ്റൊക്കെ കെട്ടിയിട്ട് മനോഹരമാണ്. പക്ഷെ കുളത്തിന് ഒരു പ്രത്യേകതയുള്ളത്, കുളം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി പോകും. വെള്ളത്തിലിടയ്ക്ക് കുളിക്കണം, അത് ഉപയോഗിക്കണം. നമുക്കറിയാം, ഈ വെള്ളത്തിന് ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ വെള്ളത്തിൽ എപ്പോഴും അതിനൊരു ചലനവും ഒക്കെ ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, രാജേഷ് മോഹൻ, സാബു കൈതാരൻ, TC ഗീത, പഞ്ചായത്ത് സെക്രട്ടറി CD തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുവിന്റെ ചരമവാർഷികം ഇന്ന്. ഗുരുവിന്റെ 97ാം സമാധി ദിനം ശ്രീനാരായണീയർ ആചരിച്ചു. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജത്തിന്റെയും മറ്റ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുദേവന്റെ സമാധി ദിനാചരണം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, ഉപവാസം, പ്രഭാഷണം, അന്നദാനം എന്നിവ നടന്നു. ചെമ്മാലിൽ ബിജു നാരായൺ പ്രഭാഷണം നടത്തി. സതീശൻ ചേന്നമാക്കൽ, KV ബിൽസൺ എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തനത് പദ്ധതിയായ ചാരയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലും മതിലകത്തും BRCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കായി വിനോദയാത്രയും വിരുന്നുമൊരുക്കി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഡയപ്പറുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. ശ്രീനാരായണപുരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ചാരേ പദ്ധതി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ് അധ്യക്ഷത വഹിച്ചു. NSS തൃശൂർ ജില്ലാ കോർഡിനേറ്റർ MB പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി. മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മ 2ാമത് ഇരുട്ടുകുത്തി ജലോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Dr. R. ബിന്ദു ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് എന്നിവർ തുഴ കൈമാറ്റം നടത്തി. റോബൻ റോച്ച പടിയൂർ മുഖ്യാതിഥിയായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 25 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ വിജയത്തിനായി കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി നയിക്കുന്ന വാഹനജാഥയ്ക്ക് SN പുരം സെന്ററിൽ സ്വീകരണം നൽകി. ഡൽഹി മാർച്ചിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ നിന്നും പങ്കെടുക്കുന്ന KV മുരളീധരന് സ്വീകരണ കേന്ദ്രത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ഏരിയ പ്രസിഡന്റ് KK അബീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ജില്ലാ ട്രഷറർ KV രാമകൃഷ്ണൻ, MM അവറാച്ചൻ, PI സജിത, KB സജു, സെബി ജോസഫ്,
ഏരിയ സെക്രട്ടറി MS മോഹനൻ, K രഘുനാഥ്, AS അജിതൻ, MK സിദ്ദിഖ്, ബിന്ദു മോഹൻലാൽ, സിദ്ദിഖ്, EG സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ഓണാഘോഷം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. സ്പർശം പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷനായി. ഗായകരായ സുധീഷ് ചാലക്കുടി, ബാബു ചാലക്കുടി എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി കലാഭവൻ ജയൻ, അഡ്വക്കേറ്റ് രശ്മി മോഹൻദാസ്, രജി സുനിൽ, ലക്ഷ്മി ജയൻ, PM ഉമ, സുനിത ശിവരാജൻ, സുമി നിക്സൺ, ശാന്ത ജയൻ എന്നിവർ സംസാരിച്ചു. വെള്ളാഞ്ചിറ തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘം സംഘടിപ്പിക്കുന്ന KT ജോസ് സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള വനിതാ ഓണം കളി മത്സരം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര താരം അനിൽ ആൻഡോ ഉദ്ഘാടനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ രാത്രി 10 വരെ തെക്കേ വെള്ളാഞ്ചിറ ജംഗ്ഷന് സമീപത്തെ മൈതാനത്താണ് ഓണംകളി മത്സരം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് പ്രിജോ ആന്റണി, സെക്രട്ടറി PP ഡെൻപോൾ, ട്രഷറർ സന്തോഷ് അരിക്കാടൻ, കൺവീനർ KJ വിൽസൺ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടി ട്രാംവേ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും കോടശ്ശേരി പഞ്ചായത്തിലെ ക്ഷേമവികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പിൽ പ്രതിഷേധിച്ചും LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യചങ്ങല തീർത്തു. തുടർന്ന് നായിരങ്ങാടി റേഷൻ കട ജംഗ്ഷനിൽ ചേർന്ന പൊതുയോഗം CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CK സഹജൻ അധ്യക്ഷനായി. CPA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, KK ചന്ദ്രൻ, EA ജയതിലകൻ, CK ശശി, J വില്യംസ്, ശ്യാമള സജീവൻ, ശകുന്തള വത്സൻ, രമ ബാഹുലയൻ, ഉഷ ശശിധരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് VS സുനിൽകുമാർ. റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമേ പ്രതികരിക്കൂ. മുഖ്യമന്ത്രിക്കും RSSനും ഇടയിലുള്ള രാമസേതുവിന്റെ പില്ലറുകളാണ് അജിത് കുമാറും ശശിയുമെന്ന് TN പ്രതാപൻ. പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ തൃശൂർക്കാർക്ക് വിശ്വാസമില്ല. സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി. പരിഹാരം ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെയെന്ന് മന്ത്രി K രാജൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.